കോട്ടയ്ക്കൽ ഗംഗാധരൻ നായരുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും, അതായത് എൻ്റെ അമ്മക്കിളിയുടെ തങ്കക്കെട്ടിയായ ഉണ്ണിക്കുട്ടി അങ്ങനെ മലയാള മനോരമ ഫോട്ടോഗ്രാഫറായി ജോലിയിൽ പ്രവേശിച്ച 2-ാം ദിവസം കോട്ടയത്ത് കാലത്ത് തന്നെ അടുത്ത ബൂത്തിൽ നിന്ന് അച്ഛനെയും അമ്മയെയും വിളിച്ച് അനുഗ്രഹം വാങ്ങിച്ച് മലയാള മനോരമയിലേക്ക് എത്തുന്നു. സ്കൂൾ തുറന്ന വേളയായതുകൊണ്ട് തന്നെ മഴക്കാലം കൂടിയായതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ് സ്കൂൾ തുറന്ന കുട്ടികളുടെ വിവിധ ഭാവങ്ങളും അവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാനായിരുന്നു. ഷെഡ്യൂൾ എഴുതി തന്ന വിക്ടർ ജോർജ് ഞങ്ങളെ 3 പേരെയും 3 സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. തുടർന്ന് ഓരോരുത്തരും ചെയ്യേണ്ട ഷെഡ്യൂൾ രാവിലെ തന്നെ പറഞ്ഞ് വിക്ടർ ജോർജ് അന്ന് സ്ഥലങ്ങൾ പറഞ്ഞ് ഞങ്ങളെ യാത്രയാക്കുകയായിരുന്നു. ഞാനറിയാതെ തന്നെ അതുവരെ അമ്മക്കുട്ടിയായ ഉണ്ണിക്കുട്ടി ഒരു ഉണ്ണി കോട്ടയ്ക്കൽ എന്ന ഫോട്ടോ ജേർണലിസ്റ്റ് അവിടെ ജനിക്കുകയായിരുന്നു. ആ വാക്ക് പലതവണ അടിച്ച് മറ്റു മാഗസിനുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായി ഒരു മഹാപ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലയാള മനോരമയുടെ പ്രതിനിധിയായി ഞാൻ കോട്ടയം നഗരത്തിൽ, അക്ഷരത്തിൻ്റെ നഗരത്തിൽ പ്രവേശിക്കുകയായിരുന്നു. അടുത്ത ദിവസം കെ മാത്യു സാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ച് അവരുടെ പ്രാർത്ഥനകൾക്കൊപ്പം പങ്കാളിയായിക്കൊണ്ട് തന്നെ മലയാള മനോരമയിലെ ജീവനക്കാരനാവുകയായിരുന്നില്ല, മലയാള മനോരമ കുടുംബത്തിൻ്റെ അംഗമാവുകയായിരുന്നു. അതുതന്നെയാണ് മലയാള മനോരമയുടെ എക്കാലത്തെയും ഒരു സവിശേഷത. മലയാള മനോരമയിൽ ജീവനക്കാരില്ല, കുടുംബാംഗങ്ങളെയുള്ളൂ. അതിൽ പരം ഒരു അംഗീകാരം വേറെ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും തുടർന്ന് ഉള്ള ദിവസങ്ങൾ കോട്ടയം ദിനങ്ങളുടേതായിരുന്നു. മലയാള മനോരമയിൽ നിന്ന് അധികം വൈകെ ദൂരെയല്ലാതെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിലായിരുന്നു താമസമൊരുക്കിയിരുന്നത്. രാത്രി 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞാൽ നഗരം പൊതുവെ ശാന്തമായിരുന്നു. ഞങ്ങൾ 3 പേരും നടന്നായിരുന്നു പോയിരുന്നത്. RS അയ്യർ എന്ന് പറയുന്ന പുനലൂരിൽ നിന്നുള്ള എൻ്റെ സഹപ്രവർത്തകൻ ഒരു അഡ്വക്കേറ്റ് കൂടിയായിരുന്നു. രാജൻ തോമസ് എന്നേക്കാൾ കൂടുതൽ പ്രായം ഉള്ള ഒരു ആളായിരുന്നു. ആദ്യത്തെ 2-ാമത്തെ ദിവസം 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങളെന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വഴിക്കിൽ കണ്ട ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആഴ്ചയിലാണെന്ന് തോന്നുന്നു, നടന്നു പോകവേ അരികിൽ സമീപത്ത് എവിടുന്നോ ഭയങ്കര അത്യുച്ചലുള്ള കരച്ചിൽ പോലെയുള്ള ആർത്തനാദം കേൾക്കുന്നു. ക്യാമറ ബാഗും കഴുത്തിൽ തൂക്കി പോകുമ്പോൾ അടുത്തെത്തും തോറും ആ ആർത്തനാദം പോലെയുള്ള ശബ്ദം ചെവിയിൽ വന്നലയ്ക്കുകയായിരുന്നു. എന്നിലെ ജേർണലിസ്റ്റിൻ്റെ ആ ഒരു ആങ്സൈറ്റി കൊണ്ട് തന്നെ നടന്നു പോകുന്ന ഞങ്ങൾ 3 പേരിലും കൊപ്പം ഈ ശബ്ദം കേട്ട മാത്രയിൽ എന്നിലെ പത്രക്കാരനുണർന്ന് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സഹപ്രവർത്തകരോടുകൂടി പറയാതെ ഓടിപ്പോവുകയായിരുന്നു. അത് കഞ്ഞിക്കുഴിക്ക് എത്തുന്നതിന് മുൻപ് റോഡരികിൽ കുറച്ചുള്ളിൽ സൈഡിൽ ഒരു ഒഴിഞ്ഞ ഹോളിൽ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം, ഒരു കൂട്ട ആർത്തനാദം പോലെയുള്ള ശബ്ദം കേട്ടത് എന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ അടുത്തെത്തിയപ്പോൾ ആ ഹോളിലേക്ക് എത്തിയപ്പോഴാണ് രാത്രി സമയമാണ്.
കുറേ പേര് ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് പെന്തക്കോസ്തോ എന്നോ മറ്റോ ഒരു ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന്. വള്ളുവനാടിൽ എന്നെപ്പോലെ വള്ളുവനാടിൽ ജനിച്ച് വളർന്ന എനിക്ക് ഇത്തരം കാഴ്ചകളൊന്നും ജീവിതത്തിൽ കണ്ടിരുന്നില്ല. തിരിച്ചു വന്ന് അല്പം ജാളിതയോടുകൂടി ഞാൻ എന്തോ വലിയ കൂട്ടക്കരച്ച് എന്തോ ഒരു വലിയ ദുരന്തം ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഓടിച്ചെന്നത്. തിരിച്ചു വന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അവരെല്ലാം തന്നെ ഈ പ്രദേശത്തുകാരനായതുകൊണ്ടും ഇത് വിഭാഗത്തിൻ്റെ പ്രാർത്ഥന അങ്ങോട്ടാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യ ആഴ്ചയിലെ ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള എക്കാലത്തെയും ഒരു ഓർമ്മ. തുടർന്ന് കഞ്ഞിക്കുഴിയിലെ ലോഡ്ജിൽ ഞങ്ങൾക്കൊരുക്കിയ അല്ലെങ്കിൽ ഞങ്ങളെടുത്ത ലോഡ്ജിൽ ഞങ്ങൾ സഹമുറിയന്മാരായി കഴിയുകയായിരുന്നു. അന്നും ഇന്നും എന്നും വിളക്ക് തെറിയിക്കാറുണ്ടായിരുന്നു. ആ മുടക്ക് അന്നും ഇന്നും എന്നും ഞാൻ തെറ്റിക്കാറുണ്ടായിരുന്നില്ല. ഈ ദീപം എൻ്റെ ദൈവത്തെയാണെങ്കിലും അമ്മ അച്ഛൻ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന ഒരു തെളിച്ചമായിരുന്നു എനിക്ക് എന്നും. അപ്പോൾ കാലത്ത് വൈകിട്ടും അത് ഞാൻ മുടങ്ങാതെ അനുവർത്തിച്ചിരുന്നു. അന്നും വൈകിട്ട് കത്തിച്ചു വച്ച ചന്ദനത്തിരിയുടെ ആഷസ് കയ്യിലേക്ക് തട്ടി ജനൽ വഴി ഞാൻ എന്നു രാവിലെ ജനലിലൂടെ പുറത്തേക്ക് ഊതിപ്പറപ്പിക്കുമായിരുന്നു. അപ്പോഴൊക്കെ അപ്പുറത്ത് താമസത്തിൻ്റെ അപ്പുറത്ത് ജനലിക്ക് അപ്പുറത്തെ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരു യുവതി പലപ്പോഴും അവിടെ കാലത്ത് മിറ്റം അടിക്കുകയോ മറ്റോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല എന്നതുള്ളത് സത്യം തന്നെയാണ്. ഇത് ഈ 2 ദിവസം ഞാൻ ഈ ചന്ദനത്തിരിയുടെ ആഷ് കയ്യിലാക്കിയിട്ട് ഞാൻ ജനൽ വഴി ഊതിക്കളയാറുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലെന്നോ ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ അവിടുന്ന് ഒരു നിമിഷം ഒരു ഷൗട്ടിങ് കേട്ട് നോക്കിയപ്പോൾ ആ യുവതി ഈ ജനലിലേക്ക് നോക്കി ആക്രോശിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ശരിയാക്കി തരാം, ഞാനിത് അറിയിക്കേണ്ടവരറിയിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഇവർ ഈ ആക്രോശിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നോ. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ അവരെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ എൻ്റെ തൊട്ടടുത്ത റൂമിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഓടി വന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം എന്തിനാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ കാണിക്കാൻ മാത്രം, നീ വല്ല ഇന്നത്തെ പോലെ അശ്ലീല ഭാവങ്ങളും ഭാഷകളും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം, ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കാലത്തും വൈകിട്ടും ഈ ആഷ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആഷ് പെടുന്ന ജനലിലൂടെ ആഴി മുഖാന്തരം ഊതി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെയാണ് നീ ആക്കിയെങ്കിൽ സ്വാഭാവികമായും പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതൊരു ഫ്ലൈയിങ് കിസ്സായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. ആ യുവതി അറിയാത്തൊരു ചെറുപ്പക്കാരൻ ഇവിടുന്ന് അവരെ നോക്കി ഇങ്ങനെ കാണിക്കുമ്പോൾ ആഷ് അവരെ കാണുന്നില്ല, അത് ഫ്ലൈയിങ് കിസ്സായിട്ട്. അത് തന്നെയാണ് അതിൻ്റെ കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഞങ്ങൾ 3 പേര് എന്നുള്ള 2 പേരെ മനോരമയിൽ ഉണ്ടാവൂ എന്ന് തീരുമാനമായി. കാരണം കോട്ടയത്തുള്ളവരാണ്, അവർക്ക് മനോരമയിൽ കണക്ഷൻ കാണും. എൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് പറഞ്ഞു. സത്യത്തിൽ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യാത്ത ഒരു തെറ്റിന് ആദ്യത്തെ മനസ്സിലെ ഒരു ഇടുത്തി വീഴുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയില്ലെങ്കിൽ പോലും ചന്ദനത്തിരി പ്രയോഗം അതോടുകൂടി ഞാൻ നിർത്തുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ വിക്ടർ ഞങ്ങളെ കൂട്ടി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തു. വിക്ടറിൻ്റെ മാത്രം ഉള്ളൊരു പ്രത്യേകതയായിരുന്നു ടെക്സ്റ്റർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. കോട്ടയം നഗരത്തിൽ പുരാതനമായ കുറേ വീടുകളുണ്ടായിരുന്നു റോഡ് സൈഡിൽ. ഈ വീടിൻ്റെ ഓരോ കോർണറുകളും പല ടെക്സ്റ്ററുകളിലെ ആയിട്ട് നമുക്ക് പടം എങ്ങനെ എടുക്കാം എന്ന ഒരു പുതിയ പാഠം വിക്ടർ അന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അത് ട്രയാങ്കിളിലുണ്ട്, ആ വീടിൻ്റെ കോർണറുണ്ട്, ട്രയാങ്കിള്, അങ്ങനെ ഒരു വീടിന് തന്നെ വളരെ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് രൂപഘടനകൾ ഉണ്ട്.
കോർണറാണെങ്കിൽ എൽ ടൈപ്പ്, അങ്ങനെ ജാമിതീയമായ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു സംഭവമാണ് ഫോട്ടോഗ്രാഫിയിലെ ടെക്സ്ചർ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു അറിവ് ആദ്യമായി പകർന്നു നൽകിയതും എടുത്തു കാണിച്ചു തന്നതും എടുക്കാൻ പ്രേരിപ്പിച്ച് എടുപ്പിച്ചതും വിക്ടർ ജോർജ് എന്ന മനുഷ്യനായിരുന്നു. അക്കാലത്ത് തന്നെയാണ് വള്ളംകളി ഉൾപ്പെടെയുള്ള കോട്ടയത്ത് നടന്ന പല അസൈൻമെൻറ്റുകൾക്കും പറഞ്ഞയക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ദൗത്യത്തിലേർപ്പെട്ടത്. 3 മാസമേ ഉള്ളൂ കോട്ടയം എന്നറിഞ്ഞില്ല എങ്കിൽ തന്നെയും ആ 3 മാസം കൊണ്ട് ഒരുപക്ഷെ അക്ഷരനഗരത്തിൻ്റെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും രീതികളും സമ്പ്രദായങ്ങളും വിക്ടറിൻ്റെ മനസ്കതയിൽ ഞങ്ങൾ പഠിച്ചെടുക്കുകയായിരുന്നു 3 പേരും. ഇന്നും ആ കോട്ടയം ദിനങ്ങൾ ഇന്നലെ കഴിഞ്ഞ പോലെ മനസ്സിൽ വിടവാങ്ങാൻ ഒരുങ്ങുമ്പോഴും ഇന്നലെയുടെ ആ കോട്ടയം ഓർമ്മകൾ എന്നും മനസ്സിൽ മായാതെ ഉണ്ട്. വിക്ടറിൻ്റെ ഓർമ്മകൾ പോലെ തന്നെ തുടർന്ന് വന്ന കോട്ടയം ദിനങ്ങൾ കോട്ടയത്തെ മറ്റു പത്രക്കാരുമായിട്ടുള്ള പരിചയപ്പെടലുകളും തിരുനക്കര ക്ഷേത്ര പരിസരം, കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലുള്ള ദൗത്യങ്ങളും മലയാള മനോരമയിലെ അച്ചായൻ KM മാത്യു സാറിൻ്റെ വിലയേറിയ അത്രയേറെ വിലയേറിയ ഉപദേശങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആയിരുന്നു. ഓരോ ദിവസവും ഓരോരുത്തർ ആദ്യത്തെ ദിവസം KM മാത്യു സാറിൽ നിന്ന് തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ, തോമസ് ജേക്കബ് സാറിൻ്റെ ക്ലാസ്, ജോസ് പനച്ചിപ്പർ, മാത്യൂസ് വർഗീസ് സാർ തുടങ്ങിയ എക്കാലത്തെയും മഹാപ്രതിഭകളുടെ ക്ലാസുകൾ, വിക്ടറിൻ്റെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ക്ലാസുകൾ, MK വർഗീസ് സാറിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഫോട്ടോഗ്രാഫിയും അനുഭവങ്ങളും ഉള്ള ക്ലാസുകൾ. സത്യത്തിൽ 1 മാസത്തോളം പത്രപ്രവർത്തനത്തിൻ്റെ വൈഭവങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട രീതിയെക്കുറിച്ചും എന്താണ് പത്രപ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ചും എക്കാലത്തെയും വിലയേറിയ ക്ലാസുകൾ എന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം എന്നും മനസ്സിൽ സുവർണലിപികൾ കൊണ്ട് എഴുതി ചേർക്കേണ്ട വലിയ 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 നിർദ്ദേശങ്ങൾ, വിലപ്പെട്ട രേഖകൾ തന്നെയായിരുന്നു അവരെല്ലാം ഞങ്ങൾക്ക് പകർന്നു നൽകിയത്. ഇന്നും മായാതെ അച്ചായൻ എന്ന് പറയുന്ന KM മാത്യു സാറിൻ്റെ ആ മുഖം ഈ നിമിഷവും മനസ്സിൽ തെളിയും. വളരെ ശുഭ്രവസ്ത്രധാരിയായ ക്ലാസ്. ആ ഇടയ്ക്കാണ് വിക്ടർ ജോർജ് അന്നത്തെ തമാശ രൂപേണ അവിടെ പറഞ്ഞത്. KM മാത്യു സാറാണെന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹത്തിൻ്റെ കഥ അതിനിടയ്ക്ക് അവിടെ പാട്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല പലർക്കും അതേ അബദ്ധം പിണഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സ്നേഹവാത്സല്യം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, ചാക്കോ ചേട്ടനോ മറ്റോ, ഈ ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം വിട വാങ്ങിപ്പോയത്. KM മാത്യു സാറ് ആ കോൺഫറൻസ് ഹാളിലേക്ക് കയറി വരുന്ന ആ ദൃശ്യം ഇന്നും സൗമ്യനായി പ്രസന്നവദനായി കയ്യും പിറകിൽ കെട്ടി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ആ മഹാപ്രതിഭ ഈ ജന്മം മുഴുവൻ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ഒരു നിത്യ
ഓർമ്മയായി, കടപ്പാടായി, ജീവിതത്തിൻ്റെ എക്കാലത്തെയും മറക്കാനാവാത്ത ഒരു ഭാഗമായി ഉള്ളിൽ നിൽക്കുന്നു. വടക്കാഞ്ചേരിയിൽ ട്രെയിനിന് കുടുങ്ങി എന്നുള്ള വാർത്ത കേട്ടപാടെ ഞാൻ ടാക്സി വിളിച്ച് അങ്ങോട്ട് പോവുകയായിരുന്നു. അവിടെ ചെന്ന കാഴ്ച ജീവിതത്തിൽ ഇന്നോളം ഞാൻ കാണാത്ത ഒരു കാഴ്ചയായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ എൻ്റെ മലയാള മനോരമ ജീവിതത്തിലെ നടുക്കുന്ന എന്നത്തെയും കാഴ്ച അതായിരുന്നു.